സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ. ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവസന്നിധിയിൽ ലോകമെമ്പാടുമുള്ള അനേകർ ഒരുമിച്ച് ചേർന്ന് ഈ ശുശ്രൂഷയോട് ചേർന്ന് തമ്പുരാൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. നീ ലോകത്തിൻ്റെ ഏത് കോണിലാകട്ടെ, ജീവിതത്തിൻ്റെ ഏത് സങ്കടങ്ങളുടെ താഴ്വരയിലാകട്ടെ, ഇതാ ഈ അൾത്താരയിൽ നിന്നും ദൈവം നിന്നെ കാണുന്നുണ്ട്. തമ്പുരാൻ്റെ കാരുണ്യത്തിൻ്റെ നയനങ്ങൾ നിന്നെ ദർശിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് മോനെ, ജീവിതം എത്ര കണ്ട് നിന്നെ ഭാരപ്പെടുത്തുന്നുവോ അത്ര കണ്ട് നിന്നെ ചേർത്ത് പിടിക്കുന്ന, നിന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത്. ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, നീ ഒറ്റയ്ക്കല്ല. ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെയും സന്തോഷങ്ങളുടെയും വേദനകളുടെയും ഞെരുക്കങ്ങളുടെയും പ്രതിസന്ധികളുടെയും ആകുലതകളുടെയും തടസ്സങ്ങളൊക്കെ നടുവിലിരുന്ന് ആയിരങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയും തമ്പുരാൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന് തമ്പുരാൻ്റെ കരുണ യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മേൽ മാത്രമല്ല, ദൈവമേ, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേകരുണ്ടല്ലോ. എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങൾക്ക് വലുതാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങളുടെ കൂടെ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേകർ, അവരുടെ വേദനകൾ ഒരുപക്ഷെ ഞങ്ങളെക്കാളും കഠിനമേറിയതാകാം. പ്രതീക്ഷകൾ അറ്റുപോയവർ ഇതിനകത്തുണ്ടാകാം. പ്രത്യാശിക്കാൻ ഒന്നുമില്ലാത്തവരുണ്ടാകാം. സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയവർ, മാരക രോഗത്തിൻ്റെ മാറാ രോഗങ്ങളുടെ നടുവിൽ മരണം മുന്നിൽ കണ്ട് കഴിയുന്ന മക്കൾ, വെന്റിലേറ്ററിലായിരിക്കുന്നവർക്കും ICUയുടെ നടുവിൽ കിടക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, എവിടെ ചെന്ന് തൊട്ടാലും തടസ്സങ്ങളും നഷ്ടങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്നവർ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റണില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ആത്മീയവും വൈകാരികവുമായ മണ്ഡലങ്ങളിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നവരിനകത്തുണ്ടാകാം. നിരാശകൾക്ക് അടിമപ്പെട്ടു പോയവർ, ആകുലതകളെ നിരന്തരം ഭരിക്കപ്പെടുന്നവർ, സ്വസ്ഥതയില്ലാത്തവർ, അമിതമായ ഭയത്തിന് അടിമപ്പെട്ടു പോയവർ, ഒരുപക്ഷെ രാത്രിയുടെ യാമങ്ങളിൽ ഒന്നുറങ്ങാൻ പോലും പറ്റാതെ വേദനിക്കുന്നവർ ഒക്കെ ഇതിനകത്തുണ്ടാകാം. ലക്ഷങ്ങളുടെ ബാധ്യതയുടെ നടുവിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ സങ്കടപ്പെടുന്നവരുണ്ടാകാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കുട്ടികളുടെ പഠനമൊക്കെ ആയി മുന്നോട്ട് പോകുന്ന ഈ ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള സാമ്പത്തികമില്ലാത്തവർ, അവരുടെ പാഠപുസ്തകങ്ങൾ പോലും മേടിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്തവരൊക്കെ ഉണ്ടാകാം. ഈശോയെ, വ്യത്യസ്തങ്ങളായ വേദനകളുടെ നടുവിൽ നിന്നാണ് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുന്നത്. സങ്കീർത്തനം 103 അധ്യായം അതിൻ്റെ 4 മുതലുള്ള വചനങ്ങൾ, അത് നമുക്ക് പ്രത്യാശ തരുന്ന വചനങ്ങളാണ്. ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. അവിടുന്ന് നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തകരിലൂടെ കർത്താവ് പറയാണ്, കർത്താവ് നമ്മുടെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. പറഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാനാകാത്ത ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സ് പറയുന്നുണ്ടാകാം. ജീവിതം അങ്ങനെ ആയിരിക്കാം. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നും തമ്പുരാൻ നമ്മൾ രക്ഷിക്കുമെന്നാണ് പ്രത്യാശയുടെ വചനമായി നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്നേഹവും അവൻ്റെ കരുണയാണല്ലോ നമ്മളെ താങ്ങി നിർത്തുന്നത്. ഇന്നോളം താങ്ങി നിർത്തിയതും ഇന്നോളം താങ്ങി നടത്തിയതൊക്കെ ദൈവത്തിൻ്റെ കരുണയല്ലേ, സ്നേഹമല്ലേ.
ആ സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുമെന്നാണ് വചനം പറയുന്നത്. കർത്താവേ, നിൻ്റെ സ്നേഹത്തിലേക്കും നിൻ്റെ കാരുണ്യത്തിലേക്കും നീ ഞങ്ങളെ വിളിച്ചതിനും വേർതിരിച്ചതിനൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ നിമിഷങ്ങളിൽ നിൻ്റെ കരുണ അനുഭവിക്കാനാണല്ലോ ഈശോയെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വല്ലാതെ വേദനിച്ച് നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ജീവിതം പാതാളത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ പതറിയും ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. ദൈവമേ, നിൻ്റെ കരുണയും സ്നേഹവും കൊണ്ട് ഈ മക്കളെ കിരീടമണിയിക്കണമേ. ഈശോയെ, നിൻ്റെ സ്നേഹവും കരുണയും കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുകയാണ്, നിൻ്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിൻ്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. പ്രത്യാശയുടെ വചന തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത്. നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കാൻ നിന്റെ ജീവിതത്തെ അവൻ കഴുകൻ്റേതുപോലെ നവീകരിക്കുമെന്നാണ് പറഞ്ഞത്. ദൈവമേ, ഇന്ന് ഈ നിമിഷങ്ങളിൽ ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ, ഇവിടെ നിയോഗങ്ങളെ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ആരുമില്ലാത്തവരുണ്ട് തമ്പുരാനെ. പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലാത്ത മക്കൾ ഇതിനകത്തുണ്ടാകാം. സ്നേഹിക്കാൻ ആരുമില്ലാത്തവർ, ഒന്നും മനസ്സിലാക്കാൻ, ഒന്ന് ചേർത്ത് പിടിക്കാനൊന്നും ആരുമില്ലാത്തവർ ഒരുപക്ഷെ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടാകാം. ദൈവമേ, നീ മാത്രമാണ് ഏക ആശ്രയമെന്ന് ഹൃദയം കൊണ്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. ഈശോയെ, കരുണ കാണിക്കണമേ. ഈശോയെ, നിൻ്റെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ വേദനകളെ, നമ്മുടെ സങ്കടങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. നമ്മളെ കേൾക്കാൻ കാതുകളുള്ളൊരു ദൈവം നമുക്കുണ്ടല്ലോ. കല്ലിനെയോ മണ്ണിനെയോ ഒന്നും അല്ലല്ലോ നമ്മൾ ആരാധിക്കുന്നത്. മൃഗങ്ങളെ അല്ലല്ലോ നമ്മൾ ആരാധിക്കുന്നത്. നാം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്ത് ദൈവം ഉണ്ടല്ലോ. നീ കണ്ണ് തുറന്ന കാണുന്നത് അവൻ്റെ മുഖമല്ലേ. കർത്താവേ, ഈശോയെ, കരുണ കാണിക്കണമേ എന്ന് ഉള്ളുകൊണ്ടെങ്കിലും ഒന്ന് വിളിക്കേ. ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണല്ലോ. മനമുരുകിയവരെ അവിടുന്ന് കടാക്ഷിക്കുന്നുവെന്നാണല്ലോ വചനം പറയുന്നത്. ദൈവമേ, ഹൃദയം നുറുങ്ങി മനമുരുകി നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, യേശുവേ, കൈവിടരുത്, വെറുങ്കയോട് പറഞ്ഞയക്കരുത്. തകർന്നു പോയവരുടെ ജീവിതത്തെ കൈപിടിച്ചുയർത്തണമേ. കഴുകൻ്റേതുപോലെ ഇവിടെ ജീവിതത്തെ നവീകരിക്കണമേ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കരുണ കാണിക്കണമേ. ഈ മക്കളുടെ മേൽ നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ. ഈശോയെ, നിന്നെ വിളിച്ച് കരയുന്ന ഈ ജീവിതങ്ങളെ നീ ഉയർപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ആരുമില്ല കർത്താവേ എന്ന് മനസ്സിലാക്കാൻ, ആരുമില്ല കർത്താവിന്റെ വേദന കേൾക്കാൻ. യേശുവേ, ഈശോയെ, കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിച്ചാൽ വിളി കേൾക്കും ഈശോ, സജീവ ദൈവ പുത്ര. കരഞ്ഞാൽ മനം തിരിഞ്ഞാൽ കടങ്ങൾ പൊറുക്കുന്നവനേ, എന്നെ വീണ്ടെടുക്കാൻ വരണേ. വിളിച്ചാൽ വിളി കേൾക്കും കർത്താവേ, കരുണ കാണിക്കണമേ. സജീവ ദൈവ പുത്ര. കരഞ്ഞാൽ മനം തിരിഞ്ഞാൽ കടങ്ങൾ പൊറുക്കുന്നവനേ, എന്നെ വീണ്ടെടുക്കാൻ വരണേ.
മുട്ടുമേലായിരിക്കാം. ലോകം മുഴുവൻ്റെയും വേദനകളെ നമ്മുടെ വേദനകളായി കണ്ട് ലോകം മുഴുവനും വേണ്ടി തമ്പുരാൻ്റെ കരുണയാചിച്ച് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണത്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഓൺലൈനായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, കമൻറ്റ് ബോക്സിലൊക്കെ നിയോഗങ്ങൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, എല്ലാവരുടെയും നിയോഗങ്ങളെ നീ ഏറ്റെടുക്കണമേ. ഒരുപക്ഷെ മൊബൈലിലൂടെയൊന്നും ഒരു കമൻറ്റ് നിയോഗം നീ കമൻ്റായിട്ട് ഇടാനൊന്നും അറിയാൻ പാടില്ലാത്തവരുണ്ടാകാം. പക്ഷെ ഹൃദയം നിറച്ചും വേദനയും സങ്കടമൊക്കെ ആയി, തമ്പുരാനെ നീ എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, കേട്ടിരുന്നെങ്കിൽ, എൻ്റെ ജീവിതത്തിലൊന്ന് ഇടപെട്ടിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. എല്ലാവരെയും ഈശോ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. മുട്ടുമേലായിരുന്നു കൊണ്ട് തന്നെ ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനൊരുങ്ങുന്ന നിമിഷമാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രത്യേക നിയോഗങ്ങളെ ഈ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ കഴിഞ്ഞൊരു മാസക്കാലം നമ്മൾ പ്രത്യേകം സമർപ്പിച്ച നിയോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ കരുണ യാചിക്കാം. നമ്മെ, നമ്മുടെ കുടുംബങ്ങളെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന, 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 ആരാധന. ഈശോയേ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.